മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ MA പൊളിറ്റിക്കൽ സയൻസിന്റെ അദ്ദേഹം ഇട്ട റെക്കോർഡ് ഇപ്പോഴും ആരും തകർത്തിട്ടില്ല. ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. നമ്മൾ വിചാരിക്കുന്നത് 10ാം ക്ലാസ് തോറ്റ് ഇപ്പൊ ഈ ബ്രണ്ണൻ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കത്തിയുടെ വാളിന്റെ ഒക്കെ ഇടയിൽ കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുകയും കൈകൊണ്ട് പ്രത്യേക ആക്ഷൻ കാണിക്കുകയും ഒക്കെ ചെയ്താൽ മതി. പക്ഷെ ശിവരാജ് സിംഗ് ചൗഹാൻ ഇനി കാവിയിട്ട് പോയി എന്നുള്ളത് കൊണ്ട് യോഗി ആദിത്യനാഥ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. നമ്മൾ എത്ര പേർക്ക് അറിയാവുന്ന ഈ കാര്യങ്ങൾ? നമ്മൾ വിചാരിക്കുന്ന ഇവിടെ മാത്രമേ പഠനമുള്ളൂ എന്നാണ്. ഇംഗ്ലീഷ് നാവികപ്പടയെ 2 തവണ മുച്ചൂടും തകർത്ത് കഴിഞ്ഞ് ആ ഹുങ്കുമായിട്ടാണ് ശ്രീലങ്ക പിടിച്ച് അതൊക്കെ പിടിച്ച് തിരുവിതാംകൂർ വഴിക്ക് വടക്കോട്ട് കയറാൻ കുളച്ചൽ വഴി ശ്രമിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് മഹാവിക്രമിയായ ദിനലായ് എന്ന് പറയുന്നതായ പരാക്രമിയായ നാവിക ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റനെയും സൈന്യത്തെയുമാണ് സ്വന്തമായി സത്യത്തിൽ ഒരു ഫുൾ എക്യുപ്ഡ് നാവികപ്പട ഇല്ലാതെ മാർത്താണ്ഡവർമ്മയും രാമയ്യനും തലയുപയോഗിച്ചുകൂടി. ചിലരൊക്കെ പറയാറുണ്ട് ഒരാളെ പോലെ 7 പേരുണ്ടാകും എന്ന്. സത്യത്തിൽ ഞാനിതുവരെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെ എന്നെ പോലുള്ള ഒരു 6 പേരെ. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ഓരോ മനുഷ്യർക്കും അവരുടേതായ വ്യത്യസ്തതകൾ ഉണ്ട്. ആ വ്യത്യസ്തതകളെ നിയന്ത്രിക്കുന്നത് എന്താണ്? ആ നിയന്ത്രിക്കുന്ന ഘടകത്തിന്റെ പേരാണ് സ്വത്വം. രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും ഇതുണ്ട്. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ പോലെ അല്ല, അല്ലെങ്കിൽ ഒരു വിശേഷ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സമൂഹം അതേപോലെയല്ല പെരുമാറുന്നു, മറ്റൊരു സമൂഹം പെരുമാറുന്നത് പോലെ അല്ല പെരുമാറുന്നത്. ഇപ്പൊ മഹാകവി ഇക്ബാൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രാഷ്ട്രഗീതം എഴുതുന്ന സമയത്ത് ജുനാൻ മിശ്ര റോമ സബ് മിട്ടുകയെ ജഹാൻ സേ, പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താ? കുച്ച് ബാത്ത് ഹേ നഹി ഹസ്തി മിടുത്തി ഹമാരി ഹിന്ദു സിദ്ധാ ഹമാരാ. റോമും ഗ്രീസും ഈജിപ്തും ഒക്കെ മണ്ണോട് അടിഞ്ഞു കഴിഞ്ഞു. ഹസ്തി മിടുത്തി ഹമാരി മിട്ടുകയെ ജഹാസേ, ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്റെ ഹിന്ദുസ്ഥാനം, ഇത് എഴുതുന്ന കാലത്ത് ഇക്ബാലിന് മടിയുണ്ടായിരുന്നില്ല എന്റെ ഹിന്ദുസ്ഥാനം എഴുതാൻ. അദ്ദേഹത്തിന് പിന്നീട് എന്ത് മാറ്റം ഉണ്ടായി എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇരിക്കട്ടെ. അതിസുന്ദരിയായ ഒരു വധുവിന്റെ 2 കണ്ണുകളാണ്. ആ വധു ഭാരതമാണെങ്കിൽ 2 കണ്ണുകളാണ് ഹിന്ദുവും മുസ്ലിമും എന്നൊക്കെ എഴുതിയ ആള് തന്നെയാണ് പിന്നീട് പാകിസ്ഥാൻ നിർമ്മാണത്തിന്റെ ബീജാപാപം നടത്തിയത് എന്നത് ചരിത്രത്തിന്റെ വലിയൊരു ദുര്യോഗമോ ദുരന്തമോ ആണ്. അത് ഇരിക്കട്ടെ. ഇത് എഴുതുമ്പോ അദ്ദേഹം പറഞ്ഞ ഒരിക്കലും വിട്ടുപോകാത്ത എന്തോ ചിലതുണ്ട് ഇവിടെ, അത് കാരണമാണ് എന്റെ ഹിന്ദുസ്ഥാനം ജീവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്താ? ഏതാണ് നഹി ഹസ്തി മിടുത്തി ഹമാരി, ഒരിക്കലും തകരാത്ത ഇല്ലാതാകാത്ത എന്തോ ഒന്ന് ഭാരതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത് എന്താണ്? അതിനെയാണ് സ്വത്വം എന്ന് പറയുന്നത്. ആ സ്വത്വത്തിന്റെ ആവിഷ്കാരമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവിത പുരോഗതിക്ക് കാരണം. അതിനെ തടയുന്നതിനെതിരായാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ തടയാനോ തകർക്കാനോ അതിന്റെ ആവിഷ്കരണത്തെ ഇല്ലാതെയാക്കാനോ ശ്രമിക്കുമ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ മേഖലകളിൽ ഒരു രാഷ്ട്ര ജീവിതം എന്ന് പറയുമ്പോൾ അതില് വിദ്യാഭ്യാസമുണ്ട്, വ്യവസായമുണ്ട്, കൃഷിയുണ്ട്, കലയുണ്ട്, സംസ്കാരമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് രാഷ്ട്രീയം. ഈ എല്ലാറ്റിൻ്റെയും കേന്ദ്രമായ ആ സ്വത്വം, ഇതിനെ ഓരോന്നിനെയും ചലിപ്പിക്കുന്ന ആ രാഷ്ട്രത്തിന്റെ തനിമയെ തടയാൻ ശ്രമിക്കുമ്പോൾ അതിനോടുള്ള സ്വാഭാവികമായ പ്രതികരണത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യ സമരം. ഈ പുസ്തകത്തിൽ വർണ്ണിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും അതാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രേരണ എന്തായിരുന്നു? വാട്ട് വാസ് ദി ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദി ഗ്രേറ്റ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ഓഫ് അവർ ഗ്രേറ്റ് നേഷൻ? നമ്മൾ പറയാറുണ്ട്, ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമരം വളരെ ദീർഘമായ ഒന്നാണ്. ലോങ് വെരി ലോങ് എജിറ്റേഷൻ നമ്മുടേത്. അത് ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. ചില അന്തിച്ചർച്ചകൾക്കൊക്കെ വരുന്ന മാന്യന്മാരെ 885 തുടങ്ങിയെന്നൊക്കെ പറയും. മണ്ടത്തരാണത്. 885 അലൻ ഒക്ടേവിയൻ ഹ്യൂം ഒരു പാർട്ടി തുടങ്ങിയപ്പോൾ തുടങ്ങിയതല്ല ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം എപ്പോഴാണോ വിദേശികൾ ഈ മണ്ണിൽ കാല് ചവിട്ടിയിട്ട്, വിദേശികൾ ഈ മണ്ണിൽ കാല് ചവിട്ടുന്നതിനൊന്നും നമ്മൾ എതിർത്തിട്ടില്ല. നമ്മൾ എപ്പോഴും അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. വരട്ടെ, അതിഥിയാണെങ്കിൽ. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്വത്വത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചപ്പോ അത് തിരിച്ചറിഞ്ഞു ഭാരതീയർ, അല്ലെങ്കിൽ ഭാരതത്തിലെ ആ പ്രത്യേക പ്രദേശത്തെ നേതൃത്വം. അപ്പോൾ തുടങ്ങിയതാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം.
അതുകൊണ്ടാ പറയുന്നത്, ഇപ്പോ പോർച്ചുഗീസുകാര് മംഗലാപുരത്തിന് അടുത്ത് റാണി അബ്ബക്കയുടെ രാജ്യം അത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമല്ല, പോർച്ചുഗീസുകാര് അവിടെ നടത്തിയ ആക്രമണങ്ങളിൽ അവിടുത്തെ സംസ്കാരം, അവിടുത്തെ മതം, അവിടുത്തെ വിദ്യാഭ്യാസം, ഇതിന്റെ എല്ലാം മേലെ വിദേശിയുടെ പറങ്കിയുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോ റാണി അബ്ബക്ക പ്രഖ്യാപിച്ചു കടന്നുപോ പുറത്ത് എന്ന്. അത് നടന്നത് 1510, 1515, 20 ഒക്കെയാണ്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരമാണ്. നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, പൊളിറ്റിക്കൽ ഫ്രീഡമിന് വേണ്ടി മാത്രമല്ല സ്വാതന്ത്ര്യ സമരം നടന്നത്. അത് വിദ്യാഭ്യാസ മേഖലയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, കലയുടെ മേഖലയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ വ്യവസായ സംവിധാനങ്ങളെ നമ്മുടേതായ രീതിയിൽ, നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരെ ഇവിടെ സ്വാതന്ത്ര്യ സമരം നടന്നു. ഞാനത് പറയുന്നത്, ഇപ്പോ പാശ്ചാത്യന്റെ ചികിത്സാ സമ്പ്രദായം നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ നമുക്ക് നഷ്ടമായി പോയത് നമ്മുടെ തനിമയിൽ നിന്ന് ആവിഷ്കൃതമായ ആ മഹത്തായ ആയുർവേദ പാരമ്പര്യമാണ്. ആ ആയുർവേദം നമുക്ക് നഷ്ടമായി. നമ്മുടേതായ ശൈലിയിലാണ് നമ്മൾ അതിനെയൊക്കെ കണ്ടിരുന്നത്. ആ സ്വത്വത്തിന്റെ ആവിഷ്കരണം ഓരോ മേഖലയിലും തടയപ്പെട്ടപ്പോ ഇവിടെ സമഗ്രമായ സ്വാതന്ത്ര്യ സമരം നടന്നു. അതുകൊണ്ട് പറയുന്നു, ഇതിനെ പ്രേരിപ്പിച്ചത് നമ്മുടെ തനിമയാണ്, നമ്മുടെ സ്വത്വമാണ്. മഹർഷി അരവിന്ദന്റെ ഒരു വിഖ്യാതമായ ഒരു കൊട്ടേഷൻ പറഞ്ഞ് ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം അവസാനിപ്പിക്കാം. എവേക്കനിങ് ഇന്ത്യൻ സോൾസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട്. ഭാരതീയ ആത്മാക്കളെ ഉണർത്തുക എന്നാണ് എന്റെ തലക്കെട്ട്. ഒരു ചെറു പുസ്തകമായിട്ടും വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഐ എം കോട്ടിങ്, അവർ ടാസ്ക് ഈസ് നോട്ട് മെക്കാനിക്കൽ ഓർ ആർട്ടിഫിഷ്യൽ, അവർ ടാസ്ക് ഈസ് ആൻ ഇന്റഗ്രൽ സ്പിരിച്വൽ ആൻഡ് മോറൽ തിങ്. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം എന്നത് അത് കൃത്രിമമോ യാന്ത്രികമോ ആയ ഒരു താൽക്കാലിക സംരംഭമല്ല. നമ്മുടെ ഈ ശ്രമം, സ്വാതന്ത്ര്യ സമരം, ശ്രമം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റഡ് സ്വാതന്ത്ര്യ സമരം, അത് സമഗ്രമാണ്, അത് ആധ്യാത്മികമാണ്. സ്വാതന്ത്ര്യ സമരത്തെ ഒരു ആധ്യാത്മിക സമരമായി പ്രഖ്യാപിച്ച ആളാണ് അരവിന്ദ മഹർഷി. അരവിന്ദനോളം വലിയ വിപ്ലവകാരി വേറെ ആരുണ്ടാവുമെന്ന് നമുക്കാർക്കും അറിയില്ല. എനിക്കേതായാലും അറിയില്ല. ഇനി നമ്മുടെ മുഖ്യമന്ത്രിയോ മറ്റോ അതിലും വലിയ വിപ്ലവകാരി ആയിരുന്നു എന്ന് സംശയമാണ്. ഇരിക്കട്ടെ. മഹർഷി അരവിന്ദൻ പറയുന്നത് അത് മോറൽ ആൻഡ് സ്പിരിച്വൽ ആൻഡ് ഇന്റഗ്രൽ വൺ. വാട്ട് വാസ് ദ മെയിൻ ഫോഴ്സ് വിച്ച് ഇൻസ്പയർ അസ്? ഏതായിരുന്നു നമ്മളെ ശക്തിപ്പെടുത്തുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത ഘടകം? ഒരു സംശയവും കൂടാതെ അദ്ദേഹം പറയുന്നു, ദ വെരി കണ്ടന്റ് ആൻഡ് ദാറ്റ് ഇൻസ്പിറേഷൻ പോയിന്റ് ഈസ് സനാതന ധർമ്മ ആൻഡ് നത്തിങ് എൽസ്. അരവിന്ദനടുത്ത് ഇലക്ഷൻ നിൽക്കണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അദ്ദേഹം പൊളിറ്റിക്കൽ കറക്റ്റ് ആവാനൊന്നും ശ്രമിച്ചിട്ടില്ല. സത്യമായിട്ട് പറയുന്നതിനെ ആരാണോ അതിന് തയ്യാറാവുന്നത് അവരെയാണ് മാനിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, അതിനെ ഓരോ മേഖലയിലും, എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രി, ആർട്ട്, ലിറ്ററേച്ചർ, തിയേറ്റർ ആൻഡ് ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ ഓൾസോ, ഈ ഓരോ മേഖലയിലും ആവിഷ്കരിക്കണം. അതിനെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വാതന്ത്ര്യ സമരം സ്വത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇപ്പൊ ഇതിലൊരു അധ്യായത്തിൽ, ഈ പുസ്തകത്തിൽ ശാസ്ത്ര മേഖലയിൽ നടന്ന സ്വാതന്ത്ര്യ പോരാട്ടത്തെ കുറിച്ച് വർണ്ണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഒന്നും അവകാശപ്പെടുന്നില്ല. അത് പ്രഫുല്ലചന്ദ്ര റേയും അതേപോലെ ജഗദീഷ് ചന്ദ്ര ബസുവും മേഘനാഥ് സഹയും CV രാമനും ഒക്കെ നടത്തിയ ആ പോരാട്ടം വളരെ വ്യക്തമായിട്ടാണ് മേഘനാഥ് സാഹയും അതേപോലെ CV രാമനും ഒക്കെ ഈ വസ്തുതകളെ കുറിച്ച് വർണ്ണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ജഗദീഷ് ചന്ദ്ര ബസു ഒക്കെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിന്ദു കെമിസ്ട്രി എഴുതിക്കൊണ്ട് PC റായ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, ഇനി RSSന് വേണ്ടി എഴുതുകയാണെന്നൊന്നും വിചാരിക്കരുത്, RSS ഉണ്ടാവുന്നതിന് മുമ്പ് എഴുതിയതാ. കെമിസ്ട്രിയുടെ ചരിത്രം എഴുതിയ PC റായ് എഴുതിയത് ഹിന്ദു കെമിസ്ട്രി എന്നാണ്. അതിൽ അദ്ദേഹം വർണ്ണിച്ചതും അതിൽ അദ്ദേഹം ശക്തമായി എതിർത്തതും ഈ പാശ്ചാത്യ കടന്നുകയറ്റം ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെയും ശാസ്ത്ര ഗ്രന്ഥരചനയുടെ മേഖലയിൽ എത്ര വലിയ അപകടം ഉണ്ടാക്കുന്നു എന്നാ പറഞ്ഞത്. നമുക്ക് നമ്മുടേതായ സമീപനമുണ്ട് ശാസ്ത്രത്തിനും സാഹിത്യത്തിനും എല്ലാറ്റിനും. അതിനെ പുനരുദ്ധരിക്കണമെന്ന് അവരൊക്കെ പറഞ്ഞത്. അതിനെ മുഴുവൻ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനാണ് ഈ പുസ്തകത്തിലൂടെ ശ്രമിച്ചത്. സ്വത്വത്തിന്റെ ആവിഷ്കരണമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം. ഈ സ്വത്വം വീണ്ടെടുക്കുന്ന കാര്യം പറയുമ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ, നന്ദേട്ടൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ടിങ്കിൾ ബുക്സ്, ചെറുപ്പകാലത്ത് 80കളിൽ 90കളിൽ ഇവരിറക്കിയിരുന്ന പുസ്തകങ്ങൾ വായിച്ചാണ് സത്യത്തിൽ ബാലകോലത്തിലും സംഘശാഖയിലും പോയിരിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർ
അവിടുത്തെ പ്രശ്നോത്തരിയിൽ ഉത്തരങ്ങൾ പറഞ്ഞിരുന്നത്. ഏത് പൂമ്പാറ്റ അമർ ചിത്രകഥ. ഇന്നിപ്പോ അത് അവസാനിച്ചു പോയി. അതിൽ ഒരു അമർ ചിത്രകഥയുടെ പേര് പറയാം, അലക്സാണ്ടറും പുരുഷോത്തമനും. ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ? അവരുടെയെങ്കിലും മനസ്സിൽ കാണും. അലക്സാണ്ടറും പുരുഷോത്തമനും എന്നാണ് പോറസ് എന്ന് പറയുന്ന ആളുടെ പേര്. അതിന് കൊടുത്തിരുന്ന തലക്കെട്ട് അലക്സാണ്ടറും പുരുഷോത്തമനും. അതിൽ ആ ചിത്രകഥയിൽ ഒരിടത്തും മഹാനായ അലക്സാണ്ടർ എന്ന് എഴുതി ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങളെല്ലാം മഹാനായ അലക്സാണ്ടർ, മഹാനായ അക്ബർ, പിന്നെ വലിയ വീരയോദ്ധാവായ ടിപ്പു സുൽത്താൻ, ഇവരാരും ഇതേ ട്വിങ്കിൾ ബുക്സ് തന്നെ, ഇതേ അമർ ചിത്ര തന്നെ നമുക്ക് ഝാൻസി റാണിയെ പരിചയപ്പെടുത്തി തന്നു, പൃഥ്വിരാജ് ചൗഹാനെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ അങ്ങനെ മഹാരഥന്മാരായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ചൊക്കെ ഞാൻ ശരിക്കും ചെറുപ്പകാലത്ത് 10 വയസ്സുള്ളപ്പോൾ വായിക്കുന്നത് ഈ അമർ ചിത്രകഥകളിൽ നിന്നാണ്. അപ്പൊ ഈ സ്വത്വത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോൾ ഇത്തരം ചില പ്രസിദ്ധീകരണങ്ങൾ അക്കാലഘട്ടത്തിലെ ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, അന്നത്തെ ദൂരദർശൻ വഴി വന്നിരുന്ന ഒരുപാട് ചരിത്ര രചനകളുണ്ട്. ഇപ്പോൾ അതിനെ കാണുമ്പം അതിഭാവുകത്വമൊക്കെ തോന്നുമെങ്കിൽ പോലും റിയൽ ആയിരുന്നു അത്. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് ഇത് മാറിപ്പോയത്? അങ്ങനൊരു വലിയ അട്ടിമറി ഈ വിദ്യാഭ്യാസ, സാഹിത്യ രചന, സിനിമാ നിർമ്മാണം ഈ മേഖലയിലൊക്കെ നടന്നിട്ടുണ്ട്. എൻ്റെ തലമുറയിൽ അല്ലെങ്കിൽ റജിയുടെ തലമുറയിലോ പെട്ട ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല. അതിനു മുമ്പുള്ള തലമുറക്കാർ പറയാറുണ്ട്, സർക്കാർ സ്കൂളുകളിലായിരുന്നെങ്കിലും അവരൊക്കെ പഠിക്കുമ്പോൾ അവരുടെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലും ഹെഡ് മാസ്റ്റർ റൂമിലൊക്കെ പോകുമ്പോൾ ഒരു ചിത്രം നിർബന്ധമായി ഉണ്ടായിരുന്നു, ഛത്രപതി ശിവാജിയുടെ. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ പോലും ഛത്രപതി ശിവാജിയുടെ ചിത്രങ്ങൾ കാണാമായിരുന്നു. എപ്പോഴാണ് ഈ ഛത്രപതി ശിവാജി നമുക്ക് തൊട്ടുകൂടാത്തവനായി മാറിയത് എന്നതൊക്കെ ഗവേഷണ വിഷയമാണ്. ആ കൂട്ടത്തിലാണ് അമർ ചിത്രകഥയിലൂടെ ആയാലും പൂമ്പാറ്റയിലൂടെ ആയാലും നമ്മുടെ സംസ്കൃതിയെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വിശിഷ്ടമായ സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. നിന്നുപോയതല്ല, ബോധപൂർവം നിർത്തലാക്കപ്പെടുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ നല്ല ഗവേഷണ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതാണ്. സാമ്പത്തിക ശാസ്ത്രവും സംസ്കാരവും പഠിക്കുന്ന കുട്ടികൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. എവിടെ വെച്ചാണ് അത് അട്ടിമറിക്കപ്പെട്ടത്? ആരാണ് അതിനിടയിൽ അതിന് വില പറഞ്ഞു വാങ്ങിയതിന് ശേഷം അതിന് എന്ത് സംഭവിച്ചു? ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സിനിമാ മേഖല. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു അധ്യായം സിനിമയിലെ സ്വത്വത്തെ കുറിച്ചാണ്. ഇപ്പം ഭാരതീയ സിനിമയുടെ പിതാവായി നമ്മളെല്ലാം ആദരിക്കുന്ന ദാദാസാഹിബ് ഫാൽക്കെ ആദ്യ സിനിമ ഉണ്ടാക്കാനുള്ള പ്രേരണ എന്തായിരുന്നു? അത് ദാദാസാഹിബ് ഫാൽക്കെ തന്നെ എഴുതിയിട്ടുണ്ട്, വേറെ തെളിവൊന്നും നമുക്ക് വേണ്ടല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു സിനിമ കാണാൻ വേണ്ടി പോയി. അതിന് 3-4 ദിവസം മുമ്പ് മകനായ ബാലചന്ദ്ര ഫാൽക്കെയും കൂട്ടിയിട്ട് പോയി ഒരു സിനിമ കണ്ടു. അത് അനിമൽ വേൾഡ് ആയിരുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ ഈ അത്ഭുതം കാണിക്കാമെന്ന്, ഭാരതത്തിൽ സിനിമ വന്നിട്ടില്ല, കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അന്ന് പക്ഷേ ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതമാണ് സിനിമയായിട്ടുണ്ടായിരുന്നത്. അത് കണ്ടു. പക്ഷെ അതും വളരെ അത്ഭുതമായി തോന്നി. വീട്ടുകാർക്കൊക്കെ അത്ഭുതമായി കണ്ടപ്പോ ദാദാസാഹിബ് ഫാൽക്കെയുടെ മനസ്സിന്റെ തിരശീലയിൽ നിറഞ്ഞത് ക്രൈസ്റ്റിന്റെ സ്ഥാനത്ത് ശ്രീകൃഷ്ണൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ സെയിന്റ് അഗസ്റ്റിന്റെ സ്ഥാനത്ത് ഇനി സാക്ഷാൽ അഗസ്ത്യര് വന്നാൽ എങ്ങനെ ഉണ്ടാവും? വസിഷ്ഠര് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഹരിശ്ചന്ദ്രൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഈ കഥാസന്ദർഭത്തെ കാളിയമർദ്ദനവുമായി താരതമ്യം ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ പുറത്തിറങ്ങിയിട്ടാണ് രാജാ ഹരിശ്ചന്ദ്രൻ നിർമ്മിക്കാൻ വേണ്ടി ദാദാസാഹിബ് ഫാൽക്കെ തയ്യാറാവുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് അടക്കം ചോദിക്കുകയാണ്, സിനിമ കാണുന്നതോ സിനിമാ ചരിത്രം വായിക്കുകയോ സിനിമാ സാഹിത്യം വായിക്കുകയോ ഒക്കെ ചെയ്ത എത്ര പേർക്ക് ദാദാസാഹിബ് ഫാൽക്കെ ആദ്യ സിനിമ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് എഴുതിയിട്ടുള്ളത് അറിയാവുന്നവർ എത്ര പേരുണ്ട്? പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നില്ല ഈ ചരിത്രം. എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? ബോധപൂർവ്വം അതിനെ അടച്ചു വെക്കുകയാണ്. പിന്നീട് നിങ്ങൾക്ക് ഇങ്ങോട്ട് സിനിമയുടെ ചരിത്രം നോക്കിയാലും ഇതേ വലിയ അട്ടിമറി നടന്നത് കാണാം. മൊത്തം എന്താ പറയുക, ബോംബെ ഫിലിം വേൾഡ് ഇൻഡസ്ട്രി അതിനെ ബോളിവുഡ് എന്ന് വിളിക്കണോ ഹോളിവുഡ് എന്ന് വിളിക്കണോ, ഇപ്പൊ നമുക്ക് അങ്ങനത്തെ വുഡുകൾ മാത്രമേ ഉള്ളൂ. ഭാരതം കാണാൻ സിനിമയിൽ പോയാൽ സാധ്യമല്ല. അത് മൊത്തം ഈ പറഞ്ഞതുപോലെ ആരൊക്കെയോ ചേർന്ന് വിലക്കെടുത്തിരിക്കുകയാണ്. സിനിമാ സന്ദർഭങ്ങളുടെ പശ്ചാത്തലത്തിൽ വയ്ക്കേണ്ട സാമഗ്രികളോ കലാരൂപങ്ങളോ ഇനി ആരാധനാലയങ്ങളോ എന്തു വേണമെന്ന് പോലും നിശ്ചയിക്കുന്ന ആളുകൾ സിനിമാ മേഖലയിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഹൈദർ എന്ന് പറയുന്നൊരു ഫിലിം. ആ ഹൈദറിലെ ഏറ്റവും സുപ്രധാനമായ ഒരു രംഗമാണ്, അതിലെ നായകനാണോ വില്ലനാണോ
സെമി വില്ലനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഷഹീദ് കപൂറിന്റെ ഒരു ഡാൻസ് ഉണ്ട്. അയാള് ആ ഡാൻസ് ശൈത്താന്റെ നൃത്തം, ശൈത്താൻ വേഷത്തിലുള്ള ആളുകളാണ് അത് നൃത്തം ചെയ്യുന്നത്. ഹൈദർ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിൽ ഈ നായകനോ വില്ലനോ ആയ മഹാൻ ഫീൽഡിലേക്ക് പ്രവേശിക്കുന്ന, ഫ്രെയിമിലേക്ക് പ്രവേശിക്കുന്നത് തകർന്നു കിടക്കുന്ന കാശ്മീരിലെ മാർത്താണ്ഡ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്നാണ്. ഇതിന്റെ അപകടം ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. അതിൽ നിന്നാണ് പ്രവേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രംഗത്ത് പ്രവേശിക്കാൻ കാരണം? ഭാരതത്തിൽ ഉണ്ടായിരുന്ന സൂര്യക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാശ്മീരിലെ മാർത്താണ്ഡ ക്ഷേത്രം. ആ മാർത്താണ്ഡ ക്ഷേത്രത്തിന്റെ തകർച്ചയുടെ പിന്നിലെ ചരിത്രവും നമുക്കറിയാം. അത് വീണ്ടും എടുത്തു കാണിക്കുന്നതിലൂടെ ഏതൊരു നരേറ്റീവാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഇതിപ്പം തിങ്കളിന്റെ കാര്യത്തിൽ മാത്രമല്ല, അമർക്ക് ചിത്രകഥയുടെ കാര്യത്തിൽ മാത്രമല്ല എന്ന് പറയാനാണ് അതിന് ഉദാഹരണം പറയുന്നത്. അക്കിത്തത്തിന്റെ കവിതയുടെ മതം മാറ്റം. അക്കിത്തം അമ്പാടിക്കണ്ണന്റെ നിറമാണ് എന്ന് കണ്ണനെ തേടി നടക്കുന്ന, കൊച്ചുമകനെ തേടി നടക്കുന്ന മുത്തശ്ശി അപ്പൊ ഓരോരുത്തരോടും പറയാണ്, എന്റെ അമ്പാടിക്കണ്ണന്റെ ഐഡന്റിറ്റീസ് പറയാണ്, മറുകിൽ ഇന്ന സ്ഥലത്ത് മറുകുണ്ട്, ഇന്ന സ്ഥലത്ത് എന്ന് പറയുന്നത് പോലെ അതിൽ അക്കിത്തം എന്ന് പറയുന്ന ഋഷി തുല്യനായ, ഋഷി തുല്യൻ എന്ന് പറയുന്നത് തെറ്റാണ്, ഋഷിയായ കവി, ഞാൻ ഋഷി കവി എന്നല്ലേ പ്രമാണം, ഋഷി തന്നെയാണ്. ഋഷി തുല്യൻ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അക്കിത്തം എഴുതിയത് ആ മനസ്സിൽ നിന്ന് ആ സമയത്ത് ഉത്ഭവിച്ച ആ മഹത്തായ അക്ഷരം എന്താ? അമ്പാടിക്കണ്ണന്റെ നിറമാണ് എന്നാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ സാഹിത്യ ദുരന്തരന്മാരെല്ലാം ചേർന്ന് നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഭയങ്കര പരിവർത്തനങ്ങൾ നടക്കാൻ. അപ്പൊ ആ സമയത്ത് ഒരു വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ ഈ പ്രത്യേക ടീമിൽ സാംസ്കാരിക വകുപ്പിൽ കുറേയധികം എഴുത്തുകാരെ ഉൾപ്പെടുത്തി എന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു. അപ്പൊ ആരൊക്കെയാണ് എഴുത്തുകാരെന്ന് ചോദിച്ചത് ഇവിടെ തന്നെയാണ് ഒരു ചർച്ച. ഞാനിങ്ങനെ കേട്ടിരിക്കുകയാണ്. വിശ്വംഭര സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ചർച്ച നടത്തുമ്പോൾ സരസ്വായിട്ട് പറഞ്ഞു, എഴുത്തുകാരെന്ന് പറഞ്ഞ ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അന്ന് കുണ്ട്രയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഭിത്തി എഴുതിയ ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് സാംസ്കാരിക വകുപ്പ് പുനഃസംഘടിപ്പിച്ചത്. ഞാൻ ഇതിന്റെ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല, ഇത് നടക്കുന്ന ചർച്ചയാണ്. ഇന്ന് നടക്കുന്ന അറിയാലോ, സ്കൂള് കണ്ടിട്ട് ലക്ഷറി ഹോട്ടലാണെന്ന് വിചാരിച്ചിട്ട് മുറിയെടുക്കാൻ വരുന്നു പോലും നമ്മൾ ഇന്നത്തെ ഒരു പ്രധാന പ്രസ്താവനയാണ്. ഉവ്വോ കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് പഴയ ജഗതിയുടെ ഒരു ട്രോളും കണ്ടു അതിന്റെ അടിയിൽ. പിന്നെ വേറൊരു ട്രോള് കണ്ടു, ഞാൻ എന്നെ സ്വയം വിമൽകുമാർ എന്നാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ കുഞ്ഞുകൂനനും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ആ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ ടീമിനെയൊക്കെ മാറ്റി ആ ടീമൊക്കെ കൂടെ നോക്കിയപ്പോഴാണ് അമ്പാടിക്കണ്ണനോ, അതത്ര ശരിയല്ലല്ലോ. അപ്പൊ പിന്നെ എന്താവണം? ഞാവൽപ്പഴത്തിന്റെ ചേലാണ്. നമുക്കിപ്പോ വലിയ തകരാറൊന്നുമില്ല. കാരണം ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിനനുസരിച്ച്, അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ഞാവൽപ്പഴത്തിന്റെ ഓരോ സെല്ലിൽ ഇരിക്കുന്നതും കണ്ണന്റെ സെല്ലിൽ ഇരിക്കുന്നതും ഒക്കെ ഒന്നാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളവരാ നമ്മൾ. അതിന് നമ്മൾ ഉപനിഷത്തുകൾ ശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഉപനിഷത്തൊന്നും വായിക്കുന്നവരല്ലോ നാട്ടിലെ പാവപ്പെട്ട ഭൂരിപക്ഷം 99% വരുന്ന ജനങ്ങൾ. അവര് കണ്ണനെ കാണുന്ന കണ്ണന്റെ പേരിൽ തന്നെയാണ്. എന്തിനാ ഈ മാറ്റം വരുത്തുന്നത്? എന്തിനാണ് പുരുഷോത്തമനെ പോറസായി ചിത്രീകരിക്കുന്നത്? എന്തിനാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതി കേരളത്തിന്റെ സ്വഭാവത്തെ പോലും മാറ്റിയ ഒരു വലിയ ആക്രമണത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിക്കുന്നത്? എന്തിനാ? ടിപ്പുവിന്റെ ആക്രമണമാണെന്ന് പറയുന്നതിൽ എന്താ നമുക്ക് എന്താ നഷ്ടപ്പെടുന്നത്? സത്യമല്ലേ അത്? ടിപ്പു ആക്രമിച്ചത് കൊണ്ടല്ലേ ഇപ്പോഴും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ആ മ്യൂസിയത്തിന്റെ മുകളിൽ ആ മണി, ഞാൻ ഇനി ആ മണിയുടെ മുഴുവൻ പേര് പറഞ്ഞാൽ അത് വർഗീയമായി പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ മേത്തമണി എന്നാണ് എന്റെ പേര്. അതെന്തിന്റെ സ്മാരകം? അത് ആ സ്മാരകം ടിപ്പുവിനെ വൈക്കം പത്മനാഭപിള്ള വെട്ടി തോൽപ്പിച്ചോടിച്ചതിന്റെ ചരിത്രമല്ലേ? ഈ സത്യം കുഞ്ഞുങ്ങൾ പഠിച്ചാലേ ആർക്ക് എന്ത് അപകടം ഉണ്ടാവുന്നത്? സത്യം പഠിച്ചോട്ടെ. അപ്പൊ ഈ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്ക് പറയാൻ പോലും പേടിയാണ് ഒരു പൊതുസഭയിൽ. ഇത് ആ നിലയിലേക്ക് പരുവപ്പെടുത്തിയാണ് നമ്മളെ. അങ്ങനെ പരുവപ്പെടുത്തി കേരളത്തെ വേറൊരു നാടാക്കാൻ, മലയാളത്തെ മറ്റൊന്നാക്കി മാറ്റാൻ, ഭാരതവുമായി ബന്ധമില്ലാത്തതാക്കി മാറ്റാനൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പാഠപുസ്തകങ്ങൾ ചെറിയ പ്രായം മുതൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പക്ഷെ ഇന്നൊരു ചെറിയ ചരിത്ര പാഠപുസ്തകം കേരളത്തിലെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പിന്നീട് എപ്പോഴോ നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭാരതം പെട്ടെന്ന് തന്നെ ഇന്ത്യ ആയി പോയി. അതെങ്ങനെ പെട്ടെന്ന് മാറിയെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് എങ്ങനെയോ ബോധപൂർവ്വമായത് മാറ്റി. പക്ഷെ ആരും അന്നത്തെ കാലത്ത് ആരും ഇത് ചോദ്യം ചെയ്തില്ല. ഇന്നത്തെ വന്നപ്പോ ആ പേജ് തന്നെ ഇല്ലാതെയായി. ഇത് ഈ പറഞ്ഞ സ്വത്വത്തിനായി പോരാടുമ്പോൾ
ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ജനങ്ങളോട് പറയണ്ടേ? കാരണം ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് 20 വയസ്സുള്ള കുട്ടികൾക്ക് 20 വർഷം മുമ്പ് വരെയുള്ള കഥകൾ അറിയില്ല. അവർക്ക് 10 വർഷം മുമ്പ് വരെയുള്ള കഥകൾ മാത്രമേ 20 വയസ്സുള്ള കുട്ടിക്കറിയൂ. അവൻ്റെ ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ അവൻ എല്ലാ വിവരങ്ങളും കിട്ടുമെങ്കിലും 25 വർഷം മുമ്പുള്ള കാര്യങ്ങളെ പറ്റി അവർക്ക് വലിയ കാര്യമായ ധാരണകളൊന്നുമില്ല. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ എന്നിട്ട് ആരെങ്കിലും? ഇതുപോലുള്ള പുസ്തകങ്ങൾ ഇറക്കണ്ടേ? സ്കൂളിൽ പഠിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ സമാന്തരമായി പഠിപ്പിക്കണ്ടേ? ഇത് എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനുവേണ്ടിയിട്ടുള്ള ഒരു വിനീതമായ പരിശ്രമമാണ് നമ്മളാൽ കഴിയുന്നത്. ഞാനൊരു ചരിത്ര പണ്ഡിതനൊന്നുമല്ല. ഞാനൊരു സാധാരണ നിങ്ങളെപ്പോലൊരു വിദ്യാർത്ഥിയെന്നോ സമൂഹത്തിലെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചരിത്രം, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഒരു പരാജയത്തിൽ നിന്ന് ആരംഭിക്കണോ വിജയത്തിൽ നിന്ന് ആരംഭിക്കണോ? മൗലികമായ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നമ്മൾ ആരംഭിക്കുന്ന ചരിത്രം 1757 ഒരു പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞൊരു മഹായുദ്ധം. ഞാനിത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ആളൊരു പ്രത്യേക രാഷ്ട്രീയക്കാരനും കൂടി ആയതുകൊണ്ട് ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് 2ാം ലോക മഹായുദ്ധത്തെക്കാളും വലിയ യുദ്ധമാണ് ഈ പ്ലാസിയിൽ നടന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹാനായ ദേശഭക്തനാണ് ഈ വിദ്വാൻ സിറാജുദ്ദൗള എന്നൊക്കെയാണ് ഞാൻ ധരിച്ചു വെച്ചത്. പിന്നീട് ഒരല്പം കൂടി ചരിത്രം ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് 1757 ഇത് നടക്കുന്നതിനും 16 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ തിരുവിതാംകൂറിൽ എന്ന് വെച്ചാൽ എന്റെ കേരളത്തിൽ, എന്റെ തിരുവിതാംകൂറിൽ കൊളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് കേരളീയനായ മഹാനായ വീരമാർത്താണ്ഡവർമ്മ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു വിജയം നേടിയിട്ടുണ്ട്. അതിനാണ് കൊളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. സർദാർ KM മണിക്കർ ആ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്, ഹാഡ് ദെയർ നോട്ട് ബീൻ കൊളച്ചൽ വാർ ദ വെരി ഹിസ്റ്ററി ഓഫ് ഭാരത് വുഡ് ഹാവ് ബീൻ സംതിങ് എൽസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡച്ച് പട, ഈ ഡച്ച് എന്ന് പറയുന്നത് ആ കാലത്ത് നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞ് 2 അക്ഷരം കൊണ്ട് വിട്ടുപോകരുത്. ഇംഗ്ലീഷ് നാവികപ്പടയെ 2 തവണ മുച്ചൂടും തകർത്ത് കഴിഞ്ഞ് ആ ഹുങ്കുമായിട്ടാണ് ശ്രീലങ്ക അതൊക്കെ പിടിച്ച് തിരുവിതാംകൂർ വഴിക്ക് വടക്കോട്ട് കയറാൻ കൊളച്ചൽ വഴി ശ്രമിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് മഹാവിക്രമിയായ ദിനലായ് എന്ന് പറയുന്നതായ പരാക്രമിയായ നാവിക ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റനെയും സൈന്യത്തെയുമാണ് സ്വന്തമായി സത്യത്തിൽ ഒരു ഫുൾ എക്യുപ്ഡ് നാവികപ്പട ഇല്ലാതെ മാർത്താണ്ഡവർമ്മയും രാമയ്യനും തലയുപയോഗിച്ചുകൂടി. അതേപോലെ കൊളച്ചലും പരിസര പ്രദേശത്തെ കടലിളക്കത്തിന്റെ സീമയും രേഖയും അളന്നെടുക്കാനുള്ള കഴിവ് കൂടി ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴാണ് ഈ കടലമ്മ ഇളകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുവരെ കാത്തിരുന്ന് ആ ഇളക്കത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ചെറുവഞ്ചികളിൽ പോയി ഈ മഹാനാവികപ്പടയെ പരാജയപ്പെടുത്തിയ ആ ചരിത്രം. എന്നിട്ട് ഈ സേനാ നായകനെ തന്നെ തിരുവിതാംകൂർ പടയുടെ കപ്പിത്താനാക്കി മാറ്റിയ ആ ചരിത്രം എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല? നമ്മളൊക്കെ പഠിച്ചതിനകത്ത് ഒരു വരിയിൽ കൊളച്ചൽ വാർ 1741 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ യുദ്ധത്തിന്റെ ചരിത്രം എന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്? ഞാൻ ഈ പുസ്തകം ഇതുകൂടി പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല. ആരെയും വിമർശിക്കാനല്ല. ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഒരല്പം രേഖകൾ കിട്ടാൻ വേണ്ടി ഡച്ചിൽ, നെതർലാൻഡ്സിൽ അന്ന് ഉദ്യോഗസ്ഥനായിരുന്നു, ഏത് ഉദ്യോഗസ്ഥനെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പ്രമാണിയെ ഞാൻ ഫോൺ ചെയ്തു. അതെ, അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടുന്ന് ആർക്കൈവ്സിൽ നിന്ന്, കാരണം പാശ്ചാത്യരുടെ ഒരു നന്മ, അവർ സത്യങ്ങളൊക്കെ ശേഖരിച്ചു വയ്ക്കും. നമ്മളോട് പറയുന്നത് അസത്യമാണെങ്കിലും അവർ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു ബന്ധമുണ്ട്. നമ്മൾ ലോകത്തോട് മുഴുവൻ സത്യം വിളിച്ചു പറയും, അത് രേഖപ്പെടുത്തിയില്ല, അത് നമ്മുടെ തകരാറ്. അവരെല്ലാം രേഖപ്പെടുത്തി വയ്ക്കും. അതുകൊണ്ട് അവരുടെ ആർക്കൈവ്സിൽ ഈ കൊളച്ചൽ യുദ്ധത്തെക്കുറിച്ചും മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും രാമയ്യനെ കുറിച്ചും പരാമർശം ഉണ്ടാകുമോ, എന്തെങ്കിലും ഒരു രേഖ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി. നമുക്ക് പൈസയില്ല അവിടെ വരെ പോകാൻ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പൊ ആ മാന്യൻ മഹാപണ്ഡിതനായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കപ്പെടുന്നത്. നീ അറിയില്ല അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഇവിടെയും വിളമ്പപ്പെടുമോന്ന് എനിക്കറിയില്ല. ഉണ്ടാകുമായിരിക്കാം, സഹിക്കുക, അല്ല എന്താ ചെയ്യാം. അത് എന്നോട് ചോദിച്ചു, കൊളച്ചലോ അതൊരു ഉന്തും തള്ളുമായിരുന്നില്ലേ നന്ദകുമാർ എന്നാ ചോദിച്ചു. ഒരു ധക്കാമുക്ക എന്ന് വെച്ചാൽ ഒരു ഉന്തും തള്ളുമായിരുന്നു. പക്ഷെ പ്ലാസിയോ അത് മഹായുദ്ധമായിരുന്നു, 2ാം ലോക യുദ്ധത്തിലും വലുതായിരുന്നു. എന്താണ് ഈ പ്ലാസി യുദ്ധം? 11 മണിക്കൂറാണ് ആകെ മൊത്തം ടോട്ടൽ, നമ്മുടെ പിള്ളേര് പറയുന്നത് പോലെ അത് നീണ്ടു നിന്നത്. ആദ്യ മണിക്കൂറിൽ തന്നെ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന സിറാജുദ്ദൗള പടവിട്ടോടി 55,000-ൽ പരം വരുന്ന ബംഗാളി സൈന്യത്തെ അവിടെ കടന്നു വന്ന മിർജാഫറുടെയും മറ്റ് ഇംഗ്ലീഷ് പടയുടെയും മുന്നിൽ ചത്തൊടുങ്ങാൻ വിട്ടുകൊടുത്തിട്ട് ഓടിപ്പോയ മഹാവിപ്ലവകാരിയായി കൊട്ടിഘോഷിക്കുക. എവിടേക്കാ ഓടിയതെന്നും പിന്നീട് എന്താ സംഭവിച്ചെന്നൊക്കെ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ചോദിച്ചിരിക്കുന്നത്, ഇനിയിപ്പോ പ്ലാസി വലുതാണെങ്കിലും അതിനൊരു 16 വർഷം മുമ്പാണല്ലോ കൊളച്ചലിൽ ഒരു യൂറോപ്യൻ പടയെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തിയത്. ഏതാണ് ആദ്യത്തെ ഏഷ്യൻ പടയുടെ വിജയം?
ഒരു പൂർണ്ണമായും ഒരു യൂറോപ്യൻ പടയെ, ഒരു കോളനി പടയെ പരാജയപ്പെടുത്തിയ ചരിത്രമാരുടേതാ? അത് മാർത്താണ്ഡവർമ്മയുടേതാ. എന്തിപ്പോ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയാനൊരു പേടി, വിഷമം? അത് പറ്റൂല. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറഞ്ഞുകൂടാ, എന്താ തിരുവിതാംകൂർ രാജാവായി പോയി. CP രാമസ്വാമിയെ കുറിച്ച് പറഞ്ഞുകൂടാ. CP രാമസ്വാമിയെ കുറിച്ച് ഗവേഷണം ചെയ്ത ആളറിഞ്ഞു, അതുകൊണ്ട് അറിയാം. അത് പറഞ്ഞു പോയാൽ വലിയ അപകടമാണ് എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, തിരുവിതാംകൂർ ഭാഗത്ത് ഇപ്പോഴും കേടുകൂടാതെ കിടക്കുന്ന റോഡ് ആരുണ്ടാക്കിയതാ? ചോർന്നൊലിക്കാത്ത സർക്കാർ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതാരാ? ഒരേ സമയത്ത് 2 സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന ആളാരാണ്? സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനെ വൈസ് ചാൻസലറായി, കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ക്ഷണിക്കാൻ ചങ്കൂറ്റം കാണിച്ച മഹാനാരാ? എന്തുകൊണ്ടാണ് അങ്ങേറെ തെറ്റുകുറ്റങ്ങളും വിലയിരുത്തിക്കോളൂ, ചെയ്ത നന്മകളെ കുറിച്ച് എന്തുകൊണ്ട് വിലയിരുത്തപ്പെടുന്നില്ല? നമുക്ക് കേവൻ അദ്ദേഹത്തെ വെട്ടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ഒരു മണിയാണ് നമുക്ക് മഹാൻ കേരളത്തിൽ. ഇങ്ങനെ നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ ചരിത്രത്തിലെ സത്യങ്ങളെ, നേരുകളെ മാറ്റിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 9 വർഷങ്ങളായുള്ള അശ്രാന്ത പരിശ്രമത്തിലൂടെ, കാരണം അതിനു മുമ്പുള്ള ഒരു 65 വർഷക്കാലം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ ഗ്രന്ഥ നിർമ്മാണവും ഒക്കെ ഈ ചാലിലൂടെ ഒഴുകി കുറേയധികം വഴിവിട്ട് ഒഴുകിപ്പോയതുകൊണ്ട് അതിനെ തിരിച്ചു നേർചാലിൽ എത്തിക്കണമെങ്കിൽ ഒരു രാത്രി കൊണ്ട് കഴിയില്ല. അത് കുറെ പരിശ്രമങ്ങൾ ആവശ്യമാണ്. ആ പരിശ്രമങ്ങളൊക്കെ നടത്തി ഇപ്പോൾ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രംഗത്ത് വരികയും ആ എഡ്യൂക്കേഷൻ പോളിസി പബ്ലിക് ഡൊമൈനിൽ, നമുക്കൊക്കെ അഭിപ്രായം പറയാവുന്ന പബ്ലിക് ഡൊമൈനിൽ 1-2 വർഷക്കാലം നിലനിർത്തുകയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കുകയും ആ തയ്യാറാക്കുന്ന പ്രക്രിയ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അടുത്തതായി അതിന്റെ അടിസ്ഥാനത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ രൂപപ്പെടുകയാണ്. അതിലൂടെ നമ്മൾ നമ്മുടെ സ്വത്വത്തെ വീണ്ടും തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭാരതമാണോ ഇന്ത്യ എന്ന് ആണോ വലുത് പഴയത് എന്നൊക്കെയുള്ള ചർച്ച നിരർത്ഥകമാണ്. ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ആർട്ടിക്കിൾ 1 കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ് വെറുതെ പഠിക്കാൻ വേണ്ടി കൊടുക്കാം. സ്കൂൾ ക്ലാസ്സുകൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ വായിക്കാൻ. ആർട്ടിക്കിൾ 1 കുറിച്ചുള്ള ചർച്ച, സേത് ഗോവിന്ദദാസ്, അതേപോലെ കമലാപതി ത്രിപാഠി എന്ന യുവാവായ സംസ്കൃത പണ്ഡിതനായ നല്ലൊരു ഡിബേറ്റർ ആയിരുന്ന വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ത്രിപാഠിയെ കുറിച്ച് പറയുന്നത്. പിന്നീട് സർവ്വതും സമർപ്പണം ചെയ്ത ACC പ്രസിഡന്റിനെ കുറിച്ചല്ല പറയുന്നത്. അദ്ദേഹത്തിനൊരു പൂർവ്വജന്മം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ദീർഘകാലമായ അടിമത്തം കൊണ്ട് ഉറങ്ങിപ്പോയ നമ്മുടെ ആത്മാവിനെ വിളിച്ചുണർത്താൻ ശക്തിയുള്ള ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് ഭാരതമാണ്. ഭാരതം എന്ന് വിളിച്ചാലേ അത് ഉണരൂ, അതാണ് വേണ്ടത്. ഭാരതം എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഇന്ത്യക്ക് എന്താ അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ത്യ പ്രാചീനമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സെന്റ് അവസ്ഥയിൽ പോലും ഇന്ത്യ എന്ന പരാമർശമുണ്ട്. പ്രാചീന കാലത്ത് ഭാരതത്തിലേക്ക് വന്ന ആളുകൾ സിന്ധു നദി കടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സിന്ധ് എന്ന വാക്കിന്റെ ഉച്ചാരണത്തിന് വഴങ്ങാത്തതാണ് അവന്റെ നാവെന്നതുകൊണ്ട് ഇന്ത്യ എന്ന് ഉച്ചരിക്കുകയും അങ്ങനെ ഇന്ത്യ എന്നായി. പഴക്കമുണ്ടില്ല എന്നല്ല, പക്ഷെ വേദത്തോളം പഴക്കമൊന്നുമില്ല. വേദത്തിൽ പരാമർശമുണ്ട്, 18 ഇടത്ത് ഭാരതത്തെ കുറിച്ച് വർണ്ണനയാണ്. നമ്മുടെ പുരാണങ്ങളിൽ വർണ്ണനയുണ്ട്. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണം വരിഷം തത് ഭാരതം നാമ ഭാരതീയത്ര സന്തതി. ഭാരതമാണിത്, ഭാരതീയരാണ് നമ്മൾ എന്ന് പറയുന്നത് പത്മപുരാണത്തിലാണ്, വിഷ്ണു പുരാണത്തിലാണ്. ആ വിഷ്ണു പുരാണത്തിന്റെ പഴക്കം എത്ര? അപ്പൊ എത്രയോ പഴക്കമുള്ള നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലെല്ലാം ഒരുപോലെ പറയുന്നു ആ സേതു ഹിമാചലം നിലനിൽക്കുന്ന ഈ ഭാരതത്തെ കുറിച്ച്. സേതു മുതൽ ഹിമാലയം വരെ. ഏത് സേതു? രാമസേതു. ആ രാമസേതു മിത്താണെന്ന് പറഞ്ഞ ആൾക്കാരാണ് കോട്ടിന്റെ മുകളിലൂടെ പൂണൂലും ധരിച്ചുകൊണ്ട് ഇലക്ഷന് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ രാമസേതു മുതൽ ശിവസ്ഥാനമായ ഹിമാലയം വരെ ആണ് ഭാരതം. രാമനോഹർ ലോഹി ആ ഭാരതത്തെ കുറിച്ച് പറഞ്ഞെന്താ? രാമ യുണൈറ്റഡ് ഭാരത് ഫ്രം നോർത്ത് ടു സൗത്ത് ആൻഡ് കൃഷ്ണ യുണൈറ്റഡ് ഈസ്റ്റ് വിത്ത് വെസ്റ്റ്. ആൻഡ് മൂന്നാമത്തതാണ് വലിയ വർഗീയം. രാമനെയും സീതനെയും കൃഷ്ണനെയും സഹിക്കാം, കാരണം ചരിത്ര പുരുഷന്മാരാണെന്ന് വേണമെങ്കിൽ പറയാലോ. രാമനോഹർ ലോഹി എന്ന എത്തീസ്റ്റ് സോഷ്യലിസ്റ്റ് പറയുന്നത് ശിവ ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ഈച്ച് ആൻഡ് എവറി ഗ്രെയിൻ ഓഫ് ദിസ് ലാൻഡ്. ഓരോ മണൽത്തരിയിലും ശിവൻ തുടിക്കുകയാണെന്നാ പറഞ്ഞത്. അങ്ങനെ ശിവരാമകൃഷ്ണ ആ തത്വമാണ് ഭാരതമെന്ന് വർണ്ണിക്കാൻ രാമനോഹർ ലോഹിക്കും മടിയുണ്ടായില്ല. അങ്ങനെയുള്ള ഈ ഭാരതം, പുരാതനമായ ഭാരതം, ആ വാക്ക് പറയുന്നതിന് എന്താ വിഷമമുള്ളത്? എൻ്റെ ഒരു അഭ്യർത്ഥന, ഇതിലും അത്യാവശ്യം പ്രസംഗിക്കുകയും പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, ഇംഗ്ലീഷിൽ എഴുതുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും.
മെട്രോ വാർത്തയിലടക്കം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഭാരതം എന്ന് എഴുതൂ, ഒരു അപകടവും ഇല്ല. ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും ഭാരതം എന്ന് എഴുതൂ. ഇപ്പൊ എന്റെ ആദ്യത്തെ ഒരു പുസ്തകം ഹിന്ദുത്വ ഫോർ ദ ചേഞ്ചിങ് ടൈംസ്, അത് ഇറങ്ങി അതിന്റെ റിലീസ് JNU വെച്ചായിരുന്നു. ഇപ്പൊ JNU പുസ്തകം അവതരിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസറെയാണ് സമീപിച്ച് അദ്ദേഹം മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, അന്തോമാർജി വളരെ, അല്ലെങ്കിൽ നിങ്ങളുടെ എഡിറ്റേഴ്സ് വളരെ പരിശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ ഈ 150 പേജിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കാൻ എന്നാണ്. അങ്ങനെ ഒഴിവാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് ഭാരതമേ വരൂ, എനിക്ക് ഭാരതമേ വരൂ. അപ്പൊ ആ ഭാരതം എന്ന സങ്കല്പം നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന, നമ്മുടെ ആത്മാവിനോട് സംവദിക്കാൻ ശേഷിയുള്ള പദം ആ ത്രയക്ഷരിയാണ്, ആ മന്ത്രമാണ് ഭാരതം. ഭാസിൽ രതിയുള്ളവർ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ അറിവിലും വെളിച്ചത്തിലും ആനന്ദമുണ്ടാകുന്നവർ, അറിവിനെയും വെളിച്ചത്തെയും പിന്തുടരുന്നവർ, അറിവും വെളിച്ചവും നേടുന്നതിൽ ആനന്ദിക്കുന്നവർ, അറിവും വെളിച്ചവും നൽകുന്നതിൽ ആനന്ദിക്കുന്നവർ എവിടെ പാർക്കുന്നുവോ ആ നാടിന്റെ പേരാണ് ഭാരതം. ഇതാണ് ആ വാക്കിന്റെ വിൽപ്പത്തി പോലും. അത് സ്വീകരിക്കണം, അതിലൂടെ ആനന്ദം ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞല്ലോ, കമലാവതി ത്രിപാഠി അന്ന് ആ ചർച്ചയിൽ പ്രഖ്യാപിച്ചതുപോലെ, ഗർജിച്ചതുപോലെ, ഒരു വാക്ക് വിളിച്ചാലേ, ഒരു പേര് വിളിച്ചാലേ ഈ ഉറങ്ങിയ ആത്മാ ഉണരൂ, അത് ഭാരതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കാം ഭാഗ്യം, ഇന്ത്യ ദാറ്റ് വാസ് ഭാരതം എന്ന് എഴുതിയില്ല കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതം എന്നെങ്കിലും എഴുതിയല്ലോ. നമ്മുടെ സമയം എനിക്ക് തോന്നുന്ന ഇല്ല, കുഴപ്പമില്ല. എന്നാലും നന്ദേട്ടനോട് പ്രധാന ചോദ്യം, നന്ദേട്ടന് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രമായിട്ടൊരു അവിടുത്തെ എഡിറ്റർമാരുമായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ചർച്ച നടത്തി. ആ ചർച്ച വലിയ കേടുപാടൊന്നും കൂടുതൽ ഇല്ലാതെ തന്നെ അവരത് പത്രത്തിലും പ്രസിദ്ധീകരിച്ചു. അതിലെനിക്ക് അവരോട് ഭയങ്കരമായ നന്ദിയുണ്ട്. ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അവരത് യൂട്യൂബില് വിവിധ കഷണങ്ങളായിട്ട് വിവിധ സബ്ജക്റ്റുകളായിട്ട് അവരത് ഇടുകയും ചെയ്തു. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ടു. അതിൽ നന്ദേട്ടൻ സംസാരിക്കുമ്പോഴൊക്കെ ഭാരതം തന്നെയാണ് നന്ദേട്ടൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് പെട്ടെന്ന് ഇപ്പൊ സംസാരിച്ചപ്പോൾ തോന്നി. എന്തായാലും ഈ ഭാരതവും സനാതനധർമ്മവും ഒരു വിവാദമായതിനു ശേഷം വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, മെനിങ്ങാന്ന്. എന്തായാലും അവിടെയുള്ളവര് 99% വിദ്യാസമ്പന്നരൊന്നും അല്ലെങ്കിലും അവരിവരെ രണ്ടു കൂട്ടരെ എന്തായാലും ചവിട്ടി പുറത്താക്കി കളഞ്ഞു. എന്തായാലും നമ്മൾ പറയുന്നത് കേരളത്തിലുള്ള ഒരു ഭയങ്കര വിദ്യാസമ്പന്നരായതുകൊണ്ടാണ് ഇതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അവിടെ ഉള്ളവർക്ക് വിദ്യാസമ്പന്നത ഇല്ലാത്തത് കൊണ്ടാണ്. സത്യം പറഞ്ഞ ഇവർക്ക് ഏത് ലോകത്താണ് കേരളത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ പോയാലറിയാം, നമ്മളെക്കാൾ നന്നായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും ലാപ്ടോപ്പ് ഉപയോഗിക്കാനും ടാബ്ലറ്റ് ഉപയോഗിക്കാനും ഒക്കെ അറിയുന്ന കുട്ടികൾ തന്നെയാണ് ഈ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഇല്ലേ ഛത്തീസ്ഗഡിലും ഒക്കെ ഉള്ള എല്ലാ വനവാസി ആദിവാസി ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നവരാ. അവർക്ക് നമ്മൾ കിട്ടുന്നതിനൊക്കെ കൂടുതൽ പൈസ അവരുടെ ഫോണിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പൈസ അവർക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് അവർക്ക് കൃത്യമായിട്ട് തന്നെ ഗൂഗിൾ പേ ഉപയോഗിച്ച് ചെലവാക്കാനും അറിയാം. പ്രശ്നം നമ്മുടെ ഈ ചരിത്ര പഠനത്തിനകത്ത് നമ്മൾ മുഗൾ വംശം അറിയാം മുഴുവൻ, മേലെ മുതൽ താഴെ വരെ. അടിമവംശം എന്താണെന്ന് മേലെ മുതൽ താഴെ വരെ നമുക്കറിയാം. എല്ലാവരുടെ പേരും അറിയാം, കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. നമുക്ക് നമ്മുടെ ഒരു കാര്യവും നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു കുട്ടികൾക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഫോട്ടോയുമായി ഒരു പെൺകുട്ടി റോഡിലിറങ്ങി വിദ്യാസമ്പന്നരായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികളെ കാണിച്ചിട്ട് ഇതാരാണെന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് സിനിമാ നടനാണെന്ന് പറഞ്ഞവരുണ്ട്, ഇത് ഏതോ ഒരു അപ്പൂപ്പനാണെന്ന് പറഞ്ഞവരുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ വിദ്യാസമ്പന്നതയുള്ള കേരളത്തിലെ പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് എങ്ങനെയാണ് നന്ദേട്ടാ ഈ കേരളം ഇങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ? അത് പറഞ്ഞുകൊണ്ട് നന്ദേട്ടൻ അവസാനിപ്പിച്ച നന്നായി. കേരളം ഇതുപോലെ ഈ സ്വത്വത്തിനായി നമ്മൾ പോരാടുമ്പോൾ, ഈ ചരിത്രത്തിന് വേണ്ടി നമ്മൾ പോരാടുമ്പോൾ എങ്ങനെ കേരളം മുന്നോട്ട് പോകുമെന്നൊന്ന് പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഈ നറേറ്റീവിന്റെ ഇവരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മിഥ്യാഖ്യാനത്തിന്റെ ചെറിയ സ്വാധീനം നമ്മളിലും ഉണ്ടായി വരുന്നു എന്ന് എനിക്ക് സംശയം. അപ്പൊ ആ ചോദ്യത്തിന്റെ ആദ്യ വരിയിൽ തന്നെ റജി പോലും അറിഞ്ഞോ അറിയാതെ അവർ വിദ്യാസമ്പന്നരല്ലായിരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ MA പൊളിറ്റിക്കൽ സയൻസിന്റെ അദ്ദേഹം ഇട്ട റെക്കോർഡ് ഇപ്പോഴും ആരും തകർത്തിട്ടില്ല. ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. നമ്മൾ വിചാരിക്കുന്നത് 10ാം ക്ലാസ് തോറ്റ് ഇപ്പൊ ഈ ബ്രണ്ണൻ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നെ ഈ കത്തിയുടെ വാളിന്റെ ഒക്കെ ഇടയിൽ കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുകയും കൈകൊണ്ട് പ്രത്യേക ആക്ഷൻ കാണിക്കുകയും ഒക്കെ ചെയ്താൽ മതി. പക്ഷെ ശിവരാജ് സിംഗ് ചൗഹാൻ ഇനി കാവിയിട്ട് പോയി എന്നുള്ളത് കൊണ്ട് യോഗി ആദിത്യനാഥ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. നമ്മൾ എത്ര പേർക്ക് അറിയാവുന്ന ഈ കാര്യങ്ങൾ? നമ്മൾ വിചാരിക്കുന്ന ഇവിടെ മാത്രമേ പഠനമുള്ളൂ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ, ഞാൻ കേരളത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നല്ല, സത്യത്തെ സത്യമായി ഉൾക്കൊള്ളണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണല്ലോ IIT. കേരളത്തിന്റെ ആദ്യത്തെ IIT എന്നാ വന്നത്? എന്നാണ് അതിന് കല്ലിട്ടത്?
എത്ര താമസമെടുത്തു കേരളത്തിൽ? കേന്ദ്രത്തിൽ ഈ 9 വർഷം മുമ്പ് നടന്ന ആ ഭരണവ്യതിയാനത്തിന് ശേഷമല്ലേ ആദ്യത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വന്നത്? സ്ഥാപനങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് ഈ അടുത്ത സമയത്ത് പഠനം വന്നു. എവിടെയാണ് നിൽക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം? എന്തിനാ ഏറെ പറയുന്നത്? ഇന്നലെ സഹി കെട്ടിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഷാനവാസിന്റെ പ്രസ്താവന എന്താണ് ആ പാവത്തിന് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞെന്താ? അക്ഷരം എഴുതാൻ പോലും അറിയാത്തവർക്ക് ഓൾ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് മഹാപാപമാണ് ചെയ്യുന്നത്, ഗ്രേറ്റസ്റ്റ് ഇൻജസ്റ്റിസ് ആണ് എന്നാണ് ആ വിദ്യാഭ്യാസ ഡയറക്ടർ പോലും പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മേനി നടിക്കുക, നമ്മൾ മേലെയാണ്. ഈ മേനി നടിച്ചുകൊണ്ട് എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? 3 വർഷം മുമ്പ് കേന്ദ്ര സർവകലാശാല എൻട്രൻസ് ടെസ്റ്റ് വരുന്നതിന് മുമ്പ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജുകളിലെയും മിക്ക കോഴ്സുകളിലെയും 90% നമ്മുടെ കുഞ്ഞുങ്ങളെ, ഞാനൊക്കെ വളരെ അഭിമാനിച്ചു, കണ്ടോ ഞങ്ങളുടെ നിലവാരം എന്നൊക്കെ പറഞ്ഞു. അടുത്ത വർഷം എൻട്രൻസ് എക്സാമിനേഷൻ വന്നു. എത്രയുണ്ട് കുട്ടികളെന്നൊന്ന് പോയി അന്വേഷിച്ച് നോക്കൂ. പല കോളേജിലും അഷ്ടിക്ക് 2 അല്ലെങ്കിൽ 1. എന്താ സംഭവിച്ചത്? നമ്മൾ ഈ ഓൾ പ്രൊമോഷൻ കൊടുത്ത് ഓരോ ഭരിക്കുന്ന കക്ഷിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ കഴിവിന്റെ ഫലമായിട്ടാണ് 10ാം ക്ലാസ്സിൽ 99.9% ആൾക്കാർ ജയിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ആളുകൾ പ്രൊമോഷൻ നടത്തി അയക്കുകയാണ്. ഇന്നിപ്പോ ഇവിടെ പുസ്തക ശാല നടത്തുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു പുസ്തക പബ്ലിഷർ, അദ്ദേഹം ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുമായി 2 ദിവസത്തെ കുട്ടികളുടെ ഒരു സെമിനാറുമായിട്ട് പോയി. അവിടെ 2 ദിവസം കിട്ടിയ കളക്ഷൻ ഇവിടെ 5 ദിവസമായിട്ടും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പുസ്തകോത്സവ സമിതിക്ക് എതിരായിട്ട് പറയല്ല കേട്ടോ. നമ്മൾ പറയാണ് നമ്മൾ വളരെ കേമന്മാരാണ്. ഇതിങ്ങനെ പറഞ്ഞ് ഈ 3 ഇലക്ഷൻ നടന്നു. 3 പരാജയപ്പെട്ടതിന്റെ കാരണം അന്വേഷിക്കുക. അതിന് പകരം എഡ്യൂക്കേഷൻ മാറ്റേഴ്സ്. വാട്ട് സ്റ്റുപ്പിഡ് തിങ് യു ആർ ടോക്കിംഗ് അബൌട്ട്? എന്തൊരു മണ്ടത്തരാ പറയുന്നത്? കാശി സർവകലാശാലയല്ലേ? ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പാറ്റ്ന യൂണിവേഴ്സിറ്റിക്കൊപ്പം ഐ എം ചലഞ്ചിങ്. പാറ്റ്ന ബീഹാറിലാണ്. ബീഹാർ മുഴുവൻ പെട്ട് കിടക്കാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അവിടെ BJP ഒന്നുമല്ല ഭരിക്കുന്നത്. ഞാൻ എന്നാലും പറയുകയാണ്, ക്യാൻ യു ജസ്റ്റ് സേ ആൻസർ? ആ നിലവാരമുള്ള എത്രയുണ്ട് നമുക്കിവിടെ? സത്യത്തെ സത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, ഇവരൊക്കെ കൂടെ ഭരിച്ച് നമ്മളെ അങ്ങ് എത്തിച്ചല്ലോ. ഓണത്തിന് പൂവിടണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ പൂവുണ്ടോ? എവിടുന്ന കൊണ്ടിരണം പൂ? തോവാളത്ത് പൂ വിരിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഓണത്തിന് പൂക്കളൊന്നും ഇടില്ല ഒരുത്തനും ഇല്ല. ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നത്, അവിടെ ചേച്ചി എന്ന് മാല കെട്ടാൻ വേണ്ടി പൂ മേടിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ആ നാട്ടിലെങ്കിലും കാണാത്ത പൂവാണ്. ചോദിച്ചപ്പോ പറഞ്ഞത് അതിങ്ങനെ വരുന്ന ലോറിയിൽ എന്ന് വെച്ചാൽ തോവാളത്തുനിന്ന് വരുന്ന പൂവാണ്. തേനി നില വരണം. ആന്ധ്രാപ്രദേശുകാരന്റെ നെൽപ്പാടങ്ങളിൽ നെല്ലുണ്ടായില്ലെങ്കിൽ ഈ 3-4 നേരം വെട്ടി വിഴുങ്ങാൻ, ഇപ്പൊ ഈ യാത്രക്കിടയിലും വെട്ടി വിഴുങ്ങുന്ന ചോറുണ്ടല്ലോ, ഈ സാധനം ആന്ധ്രയിൽ നിന്ന് വരുന്ന വികസിപ്പിച്ച് ഇത്രയേറെ എത്തി. എന്നാലും മേനി നടിക്കലിന് ഒരു തകരാറുമില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വലിയ, ഞാൻ പറഞ്ഞല്ലോ, ആ ഷാനവാസ് പറഞ്ഞാണ് എനിക്ക് പറയാനുള്ളത്, ഈ നാടിനോട് ചെയ്യുന്ന അനീതിയാ, കൊടിയ അനീതിയാ. സത്യത്തെ സത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. അവിടെ വനവാസികൾ BJPക്ക് വോട്ട് ചെയ്താൽ ഉടനെ പറയുക അവര് അക്ഷരാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്താണ്. ഇനി വനവാസികൾ ആരെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിൽ തിരിച്ചു വോട്ട് ചെയ്താൽ കണ്ടോ പിന്നാക്കക്കാരുടെ ഒരു തിരിച്ചറിവ് കണ്ടോ അവിടെ എന്ന് പറയും. ഇത് സാധാരണ പറയും ഹെഡ് ഐ വിൻ ടെയിൽ യു ലോസ് എന്ന് പറയും. സാധാരണ ഇത്തരക്കാർ പറയുന്ന ഒരു കാര്യം, തല വീണാൽ ഞാൻ ജയിച്ചു, മറ്റേ ചക്രം വീണാൽ നീ തോറ്റു എന്ന് പറയുന്ന പോലുള്ള വാദഗതി ഉന്നയിച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇത് അപകടകരമാണ്. വിഷമയമായ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതിന്റെ ഭാഗമാണ് ഒരു 3-4 മാസം മുമ്പ് കേരളത്തിൽ നടന്ന, ലജ്ജയുണ്ട് എനിക്കത് പറയുന്നതിൽ, സത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും ലജ്ജിക്കേണ്ടതാണ്, നടന്ന കട്ടിംഗ് സൗത്ത് സമ്മേളനം. നമ്മുടെ നാട്ടിലെ കുറച്ച് പത്രപ്രവർത്തകരും കൂടെ ചേർന്നിട്ടാണ്, നിങ്ങളുടെയൊക്കെ വിഭാഗക്കാർ ചേർന്നാണ് നടത്തിയത്. പത്രപ്രവർത്തക യൂണിയൻ. സിദ്ദിഖാപ്പൻ മഹാനായ മതേതരവാദിയും മനുഷ്യസ്നേഹിയുമാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് റുപ്യ പിരിക്കുക ചെയ്ത സംഘടനയാണ് കട്ടിംഗ് സൗത്ത് നടത്തിയത്. അതിന് പിന്നിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നെന്നുള്ളതിന്റെ അന്വേഷണം നടക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഒരു തെരഞ്ഞെടുപ്പിലൂടെ, ജനാധിപത്യ പ്രക്രിയയിലൂടെ എന്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയായി തീർന്ന ഒരു മനുഷ്യൻ ഭരണഘടനയുടെ മേലെ വലത് കൈയാണോ ഇടത് കൈയാണോ കാലാണോ വെച്ചെന്ന് എനിക്കറിയില്ല, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയിട്ട് കട്ടിംഗ് സൗത്ത്. ഇയാൾ എവിടുന്ന് എങ്ങോട്ട് കട്ട് ചെയ്തു പോവുകയാണ്?
ആരിൽ നിന്ന് കട്ട് ചെയ്തു പോകാനാണ് ആഗ്രഹിക്കുന്നത്? ആ സേതു ഹിമാചലം എന്ന് പറഞ്ഞു പഠിച്ചു വളർന്ന ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ ഉത്തര ദക്ഷിണ വിഭജനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇതൊരു വലിയ അപകടമാണ്. എന്നേ നമ്മൾ പറഞ്ഞിരുന്നത് ബ്രിഡ്ജിങ് ഭാരത്, ബ്രിഡ്ജിങ് സൗത്ത് വിത്ത് നോർത്ത്, ബ്രിഡ്ജിങ് ഈസ്റ്റ് വിത്ത് വെസ്റ്റ്. നേരത്തെ രാമനോഹർ ലോഹിയ പറഞ്ഞ പരിപാടി ഡൽഹിയിൽ നന്ദേട്ടന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നു കേട്ടു. അതെന്നെ ഇത് എന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇതിനൊരു വൈചാരിക പ്രതിരോധം ആവശ്യമാണ്, ഒരു ബൗദ്ധിക പ്രത്യാക്രമണം ആവശ്യമാണ് ഈ തരത്തിലുള്ള പ്രചരണത്തിനെതിരായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോ ഡിസംബർ മാസം 12-ാം തീയതി കേസരിയുടെയും പ്രജ്ഞാപ്രവാഹിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ വെച്ച് ബ്രിഡ്ജിങ് സൗത്ത് എന്ന ടൈറ്റിലോട് കൂടിയിട്ടുള്ള ഒരു വലിയ കോൺക്ലേവ് നടത്താൻ പോവുകയാണ്. അതിനെ തുടർന്നിട്ട് ഭാരതത്തിലെ എല്ലാ പ്രധാന നഗരികളിലും ഈ ആശയം എത്തിക്കാൻ പോവുകയാണ്. ഇത് വിടാൻ പോകുന്നില്ല. കേരള തലസ്ഥാനം ഉൾപ്പെടെ ദക്ഷിണ ഭാരതം എന്ന പ്രയോഗം പോലും അത്ര ശരിയാണ് എന്ന് എനിക്കറിയാം, അഭിപ്രായമില്ല. ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അങ്ങനെ എന്നോട് ഒരിക്കൽ ഒരു മീറ്റിംഗിൽ വെച്ച ഒരാൾ ചോദിച്ചു, സൗത്ത് ഇന്ത്യൻ അല്ലേ? എന്നിട്ട് ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു, നോ, ഐ എം നോട്ട് എ സൗത്ത് ഇന്ത്യൻ, ഐ ആം എൻ ഇന്ത്യൻ ഫ്രം സൗത്ത്. ഇന്ത്യൻ ഫ്രം സൗത്ത്, ദക്ഷിണ ഭാഗത്തു നിന്നുള്ള ഒരു ഭാരതീയനാണ് ഞാൻ. ഇരിക്കട്ടെ, ഏതായാലും അതവിടെ നടക്കും. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാന നഗരികളിലും ഈ പരിപാടി നടക്കാൻ പോവുകയാണ്. 12-ന് നടക്കുന്ന ആ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു ചേരാൻ കഴിയില്ലെങ്കിലും അത് ഓൺലൈനിലായിട്ടൊക്കെ അത് പ്രചരിപ്പിക്കുന്നതാണ്. അതിൽ സംബന്ധിക്കാൻ എല്ലാവരും തയ്യാറാവണം. പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി, ഉപരിതല വികസന മന്ത്രി, അതേപോലെ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, നമ്മുടെ ആദരണീയനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാഹിബ്, എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗോവ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിച്ചിട്ടുണ്ട്. പക്ഷേ പണ്ട് ഞാൻ ഇതേപോലെ കേസരിയിൽ ഒരു ചർച്ച നടത്താൻ ശ്രമിച്ചു. ആ ചർച്ച നടത്താൻ നമ്മുടെ ടി ജി മോഹൻദാസ് ഇവിടെ ഉണ്ടോന്നറിയില്ല. അല്ല, ആ ചർച്ചയല്ല, അതിനും പത്രാധിപരായിരുന്നപ്പോൾ ഒരു ചർച്ച നടത്താൻ ശ്രമിച്ചു. കേരളത്തിലെ അക്രമങ്ങൾ നിർത്താൻ നമുക്കെല്ലാം ഒരുമിച്ച് വരണ്ടേ എന്നാണ് ചോദിച്ച് ആദ്യം സമീപിച്ചത് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ്. അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന്. അദ്ദേഹം പോയ ആളെ തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കൈ അടിച്ച് ഒരു പ്രത്യേകതരം സ്റ്റൈലൊന്നും കാണിക്കാതെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആദ്യം ആയുധം താഴെ വെച്ചാൽ എല്ലാം ശരിയായിക്കോളും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് ഒരു ചർച്ചയ്ക്ക്, ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ചുള്ള ചർച്ചയ്ക്ക് തയ്യാറില്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രതിനിധികൾ പോയിരുന്നവരെയൊക്കെ ഈ കോൺക്ലേവിലേക്ക്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. എങ്ങനെയാണ് ഡൽഹി നിങ്ങളെ അല്ലെങ്കിൽ സൗത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണല്ലോ പ്രചരണം. ഇവിടുന്ന് ടാക്സ് മുഴുവൻ കളക്ട് ചെയ്യും. എന്റെ ഭഗവാനെ, ഭാരതം മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ നിന്ന് പോകുന്ന നികുതി കൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ നികുതി ചെന്നിട്ടും ഇവിടുത്തെ വികസനം ഒന്നും നടക്കുന്നില്ല. ഈ 6 വരി പാതയൊന്നും കാണുന്നില്ലേ? ഇനി 6 വരി പാതയുടെ ഉദ്ഘാടന സ്ഥലത്ത് മരുമകൻ വന്ന് നിന്നിട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് അദ്ദേഹം പണിതുപോലെ ആവുമെന്നറിയില്ല. അങ്ങനെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നടക്കുന്ന വികസനങ്ങളൊന്നും വികസനമല്ല, ഇവിടെ ഒന്നും നടക്കുന്നുമില്ല, കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നുള്ള പ്രചരണം സത്യമാണെങ്കിൽ അതിന് തെളിവടക്കം വന്ന് അവതരിപ്പിച്ചോളൂ, പേപ്പർ അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ എല്ലാവരുടെയും പെരുമാറ്റം ആ പഴയ കേസരി ചർച്ച പോലെ തന്നെയായിരുന്നു. നിങ്ങൾ അങ്ങ് ആയുധം വെച്ചാൽ മതി. പങ്കെടുക്കുന്നവരെ തന്നെ അവർ നിരുത്സാഹപ്പെടുത്തും. കെ എൻ എ ഖാദറിനെ ഇപ്പോൾ ഒരാൾ വന്ന് നന്ദേട്ടൻ ഇരിക്കുന്ന അതേ വേദിയിൽ കോഴിക്കോട്ട് കേസരി ഭവനിൽ വന്ന് സംസാരിച്ച അദ്ദേഹത്തെ ആ പ്രസംഗം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ എത്ര രൂക്ഷമായിട്ടാണ് വിമർശിക്കുകയും അദ്ദേഹത്തിന് താക്കീത് കൊടുക്കുകയും നമ്മുടെ ചില മാധ്യമപ്രവർത്തകർ തന്നെ അതിനെ വേണ്ട ഒത്താശ പാടിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത് എനിക്ക് മനസ്സിലായി. സമസ്താപരാധം പറഞ്ഞ് മാപ്പിരക്കേണ്ടി വന്നു. പാണക്കുളത്ത് പാണക്കാട്ട് പോയിട്ട് പാവത്തിന്. ഇതാണ് നമ്മുടെ ജനാധിപത്യ മര്യാദ. സംവാദത്തിലൂടെയാണ് ജനാധിപത്യം പുലരുക. ചിരപുരാതനമായ ഭാരതീയ പാരമ്പര്യം തന്നെ അതാണ്. വാദേ വാദേ ജായതേ തത്വബോധ, ബോധേ ബോധേ ഭാസതേ ചന്ദ്രചൂഡ. സംവാദത്തിലൂടെയാണ് സാക്ഷാൽ ചന്ദ്രചൂഡൻ അവതരിക്കാന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങളിനി കാറൽ മാർക്സ് വീണ്ടും അവതരിക്കാൻ സംവാദത്തിന് അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് പറഞ്ഞ ആ പ്രസ്താവനയെ 1 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സർക്കാരിന്റെ നയമല്ല അത്. കേരളത്തിലെ കുട്ടികൾക്കെല്ലാം A+ കൊടുത്ത് ഇങ്ങനെ 99% വിജയിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അനീതിയും ക്രൂരതയുമാണെന്ന് പറഞ്ഞ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ തള്ളിക്കളഞ്ഞത് കേരള വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇത് എങ്ങോട്ടാണ് ഇവര് ഒരു ചർച്ചയ്ക്ക് പോലും ആ വിഷയത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ പോലെ ഇത്രയും ഉന്നത ഒരു അക്കാഡമിക് പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി പറഞ്ഞ ഒരു സംഗതിയെ, എന്നാൽ ശരി അദ്ദേഹം പറഞ്ഞതിന്റെ ശരി തെറ്റെന്തെന്ന് നോക്കാം എന്നുപോലും പറയാതെ ടോട്ടലി അത് നെഗറ്റീവ് ചെയ്യാണ്. ഇത് എങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് പോകുന്നത്? വിദ്യാഭ്യാസ മന്ത്രിയെ പോലെ മഹാനായ ഒരു വ്യക്തി, അദ്ദേഹം നല്ല അച്ചടക്കമുള്ള ആളായതുകൊണ്ട് അച്ചടക്കമുള്ള കുട്ടികളെ തെരഞ്ഞുപിടിച്ച് ഈ യാത്രയ്ക്ക് വഴിയരികിൽ നിർത്താൻ പ്രേരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ അച്ചടക്കം കണ്ട് നമ്മളാകെ ഞെട്ടിത്തരിച്ച നമ്മുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല.
അങ്ങനെയുള്ള ആളുകളാണ്, അവരൊക്കെയാണ് ശ്രേഷ്ഠന്മാരായിട്ട് കൊട്ടി ഒഴിക്കപ്പെടുന്നത്. ഇവരാണ് വിദ്യാഭ്യാസത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരായി ചിത്രീകരിക്കുന്നത്. ഇതൊരിക്കലും ഈ പച്ചക്കള്ളങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ പച്ചക്കള്ളങ്ങൾ കഴിഞ്ഞ 75 വർഷം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണല്ലോ നന്നായിട്ട് ഒരു പുസ്തകം എഴുതേണ്ടി തന്നെ വരുന്ന ഒരു ഗതികേടെന്ന് പറയുന്നത്. കള്ളങ്ങൾ എന്തെടുത്താലും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം മുതൽ തന്നെ കള്ളങ്ങൾ മാത്രം പറയുക, ആ കള്ളങ്ങളിൽ ഉറച്ചു നിൽക്കുക, ആ കള്ളങ്ങളെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുക. ഇതിങ്ങനെ നിരന്തരം നമ്മൾ ദിവസവും പത്രങ്ങളിലും മാധ്യമങ്ങളിലും കണ്ടുപിടിച്ച് അവസാനം ഗതികെട്ട് കേരളത്തിലെ പത്രപ്രവർത്തകർക്ക്, ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നവർക്ക്, അവരുടെ കൂടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് തന്നെ തിരിച്ചു ചോദിക്കേണ്ടിരുന്നു, നിങ്ങൾ കള്ളമല്ലേ പറയുന്നു. എന്തൊരു ഗതികേടാണ് കേരളം. ഇതിനെയാണ് സത്യാനന്തര കാലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സത്യാനന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന തോറ്റ MLA-മാരൊക്കെ ഉണ്ടല്ലോ. ഇതിനെയാണ് സത്യാനന്തരം. സത്യാനന്തരം എന്ന് പറഞ്ഞാൽ അസത്യം എന്നാണ്. അവരുടെ അസത്യത്തിനാണ് ആ കാലം എന്ന് പറയുന്നത്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചരിത്രത്തെ ചരിത്രമായി തിരിച്ചറിയുകയും ചരിത്രത്തെ ഈ വിഷത്തിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയൊരു അപകടമാണ് സംഭവിക്കുക. ഞാൻ കാലത്തും ഇവിടെ പറഞ്ഞു, നൈജീരിയൻ സാഹിത്യകാരനായ ബെനോക്രി പറഞ്ഞതുപോലെ ചരിത്രത്തെ വിഷമയമാക്കുകയാണ് രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം ചെയ്യുന്നത്. ടു ഡിസ്ട്രോയ് യുവർ പോയിസൺ എ നേഷൻ, പോയിസൺ ഇറ്റ്സ് സ്റ്റോറീസ്. അതിന്റെ കഥകളെ വിഷമയമാക്കുക. കഥകൾ വിഷമയമായാൽ, ഇംഗ്ലീഷ് മലയാളം കൂടെ പറയണ്ടല്ലോ, കഥകൾ വിഷമയമായാൽ ആ രാഷ്ട്രവും സമൂഹവും അനൈതികവൽക്കരിക്കപ്പെടും, ഡിമോറലൈസ് ചെയ്യപ്പെടും. ഡിമോറലൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ രാഷ്ട്രം സ്വയം ആ ഡിമോറലൈസ്ഡ് സ്റ്റോറീസ് പറയാൻ തുടങ്ങും. അതൊരു വലിയ അപകടകരമായ സാഹചര്യമാണ്. നമ്മൾ സ്വയം ഹിപ്നോട്ടൈസ് ചെയ്യും. ദാറ്റ് നേഷൻ വിൽ ടെൽ ദ വെരി ഡിമോറലൈസ്ഡ് സ്റ്റോറീസ് ടു ഇറ്റ്സെൽഫ്. സ്വയം പറയാൻ തുടങ്ങും. അങ്ങനെ പറഞ്ഞിട്ട് എവിടെ എത്തുക? ഇറ്റ് വിൽ എൻഡ് ഇൻ എ കംപ്ലീറ്റ് അൾട്ടിമേറ്റ് സൈക്കിക് ഡിസ്ട്രക്ഷൻ. ഒരു മാനസിക, ആധ്യാത്മിക, ബൗദ്ധിക തകർച്ചയിലേക്ക് രാഷ്ട്രം പോയി പോകും. അതിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ബൗദ്ധിക മേഖലയിൽ, വൈചാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ഒരു വിനീത പരിശ്രമം നമ്മൾ നടത്തിയത്. ഒരു കാര്യം കൂടി പറയാം, നമുക്ക് നന്ദേട്ടനോട് തന്നെ ചോദിക്കാം. കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ള ഒരു വലിയ 2 സംഗതികളാണ് KPSC, നാടകകല. അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് കേരളത്തെ വിഷമയമാക്കി. പക്ഷെ നമുക്കിപ്പോഴും KPSC എന്ന് കേട്ടാൽ എന്തോ രോമാഞ്ചം തോന്നും. അതുപോലെ ഒരാളാണ് ഡോക്ടർ V. സാംബശിവൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അദ്ദേഹം കഥ പറഞ്ഞു. ശരിയാണ്, അദ്ദേഹത്തിന്റെ കഥ പറച്ചിലൊക്കെ ഭയങ്കര കഥ പറച്ചിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ വേറൊരു കഥാകാരൻ ഉണ്ടായിരുന്നു, ചേർത്തല ബാലചന്ദ്രൻ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ചെറുപ്പകാലത്തൊക്കെ ചേർത്തല ബാലചന്ദ്രന്റെ ഭീഷ്മരി കേൾക്കാൻ വേണ്ടി രാത്രിയിൽ പായം തലേനായിട്ട് പോയി അമ്പലപ്പറമ്പിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ചില ചെറുത്തുനിൽപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും സാംബശിവൻ എന്തുമാത്രം വിഷമാണ് കേരളത്തിലെ ഒരു തലമുറയിലേക്ക് അടിച്ചു കയറ്റി കൊടുത്തത്, KPSC എന്തുമാത്രം വിഷമാണ് കേരളത്തിലേക്ക് അടിച്ച്. ഇപ്പൊ അതൊക്കെ മാറി മാറി വരുന്നുണ്ട്. MT വാസുദേവൻ നായർ പോലും പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇപ്പൊ അദ്ദേഹം ക്ഷേത്രത്തിൽ പോയി സമസ്താപരാധം മാപ്പ് പറഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ജിഹാദികൾ അങ്ങനെ പറയുന്നതിന് കേൾക്കരുത് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ കേട്ടു. പറയുന്നുണ്ട്. എന്താ ചെയ്യാം, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ട്. 2 തലമുറയെ നശിപ്പിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. നിർമാല്യത്തെ ശരിക്കും വായിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഇപ്പൊ അദ്ദേഹം നിങ്ങൾ ശബ്ദം കുറച്ച് പറഞ്ഞില്ലേ, ആ കാര്യം തന്നെയാണ് അതിലും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മളിപ്പോ KPSC കലാപ്രവർത്തനം നടത്തി. കലയുടെ മേഖലയിൽ തോപ്പിൽ ഭാസിയുടെയും ബാക്കി ആളുകളുടെയും പരിശ്രമത്തെ ഒന്നും കുറച്ച് കാണിക്കാൻ കഴിയില്ല. മനോഹരമായി തന്നെ അത് ചെയ്തു. അപ്പോ സാംബശിവന്റെ കഥാപ്രസംഗം, അദ്ദേഹത്തിന്റെ കവന സാമർഥ്യം, അതേപോലെ അദ്ദേഹത്തിന്റെ ആലാപന സാമർഥ്യം, കഥ പറയാനുള്ള സാമർഥ്യം, ഇതിനെയൊക്കെ നമുക്ക് അംഗീകരിക്കുക ചെയ്യാതെ നിവൃത്തിയില്ലാതെ ഒരു വസ്തുതയാണ്. ചേർത്തല ബാലചന്ദ്രൻ അതേപോലെ ഒരു കാര്യം ഈ ദേശീയ പക്ഷത്ത് നിന്നുകൊണ്ട്, സംസ്കാരത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടൊരു പ്രതിരോധം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചില്ലേ എത്ര പേർക്ക് അറിയാം, അതായിരുന്നു അവസ്ഥ. ഇരിക്കട്ടെ, ഏതായാലും മറുഭാഗത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ചർച്ച ചെയ്യേണ്ടതാണ് അതിന്റെ അപകടം എന്തെന്ന് ബോധ്യപ്പെടാൻ. പക്ഷെ അതിനെ വിമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ശരിയായ ദേശീയ വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന കലാപ്രവർത്തനങ്ങൾ മറുപക്ഷത്തു നിന്നും ഉണ്ടാകണം. ഇപ്പോ സിനിമാ മേഖലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വീണ്ടും ദേശീയതയുടെ നേർചാലിലേക്ക് സിനിമാ മേഖലയെ കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പൊ കാശ്മീർ ഫയൽസ് ഇറങ്ങി. കാശ്മീർ ഫയൽസിന് മുമ്പ് വിവേക് രഞ്ജൻ അഗ്നിഹോത്രി താഷ്കന്റ് ഫയൽസ് എടുത്തിരുന്നു. താഷ്കന്റ് ഫയൽസും എടുക്കുന്നതിന് മുമ്പ് വിവേക് രഞ്ജൻ അഗ്നിഹോത്രി ബുദ്ധ ഇൻ ട്രാഫിക് ജാം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. നിരന്തരമായി പരിശ്രമിക്കുകയാണ് ആ പാവം. ബുദ്ധ ഇൻ ട്രാഫിക് ജാം. ഐ എം ഡാം ഷുവർ അബൌട്ട് ദ ഓഡിയൻസ് ഹു ആർ ഹിയറിംഗ് മീ.
എനിക്കറിയില്ല എത്ര പേര് ബുദ്ധായും ട്രാഫിക് ജാം കണ്ടിട്ടുണ്ടാവും. പക്ഷെ മനോഹരമായ ഒരു കലാശില്പമായിരുന്നു. പക്ഷെ വിവേക് നിരാശനായില്ല. അതൊരു പരാജയമൊന്നുമല്ല, എന്നാലും ചെലവ് കാശ് കിട്ടി, മുടക്ക് കാശ് കിട്ടിയെങ്കിലും വലിയ വിജയമായില്ല. അതിനെ തുടർന്നിട്ടാണ് താഷ്കന്റ് ഫയൽസ് എടുത്തത്. താഷ്കന്റ് ഫയൽസും ഒരു വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റ് ഒന്നും ആയില്ല. നിരാശനായില്ല വിവേക് രഞ്ജൻ അഗ്നിഹോത്രി. അടുത്ത സിനിമയായി വന്നു കാശ്മീർ ഫയൽസ്. അതൊരു വലിയ ഹിറ്റായി മാറി. ഇപ്പൊ അതിൽ നിന്നും മുന്നോട്ട് പോയി അദ്ദേഹം വീണ്ടും കേരള, ബംഗാൾ, ഡൽഹി ഫയൽസ് മൂന്നും കൂടെ ചേർത്ത് വെച്ചുണ്ടാക്കാൻ പോവുകയാണ്. ഞാനത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, ഉണ്ടാകാൻ പോവുകയാണ്. ഖിലാഫത്ത് വീണ്ടും ചർച്ച ചെയ്യും, ആരും ഇല്ല എന്ന് വിചാരിക്കണ്ട. ബംഗാൾ വിഭജനം ചർച്ച ചെയ്യാൻ പോകുന്നു, ഡൽഹി കലാപം ചർച്ച ചെയ്യാൻ പോകുന്നു. ഒരേ പ്രതലത്തിൽ ഇതിന് മൂന്നിനെയും കൈകാര്യം ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരികയാണ്. ഇതേപോലെയല്ലേ ലാസ്റ്റ് മോങ്ക് എടുത്ത മഹാനായ ചലച്ചിത്രകാരനാണ് സുദീപ്തോ സെൻ. ലാസ്റ്റ് മോങ്ക് ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, നമ്മുടെ കേരളത്തിലൊന്നും വന്നിട്ടേ ഇല്ല. അതിനുശേഷമാണ് കേരള സ്റ്റോറി എടുത്തത്. കേരള സ്റ്റോറി വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ കേരളത്തിലൊക്കെ ശ്രമിച്ചെങ്കിലും 18 കോടി ചെലവാക്കി 400 കോടി കളക്ട് ചെയ്തു ആ സിനിമ. ശതമാനക്കണക്ക് നോക്കുമ്പോൾ ജവാനെയും പഠാനെയും ഒക്കെ തോൽപ്പിച്ചത് വളരെ മുന്നിലാണ് കേരള സ്റ്റോറി. സത്യം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു. ഒരു വലിയ ഹൈന്ദവ സംഘടനാ പ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു, 18 വർഷമായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സുദീപ്തോ സെൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു എന്ന്. അതുകൊണ്ട് നിർത്തുന്നില്ല സുദീപ്തോ. അയാളിപ്പോ ബസ്തർ കാടുകളിലാണ്. ബസ്തർ എ നക്സൽ സ്റ്റോറി എന്ന് പറഞ്ഞ അടുത്ത ഫിലിം വരാൻ പോവുകയാണ്. അർബൻ നക്സൽസ്, കൾച്ചറൽ മാർക്സിസ്റ്റുകള്, വോക്കിസ്റ്റുകൾ എന്താണ് കേരളത്തിലും ഭാരതത്തിലും ലോകത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടമെന്ന് വരച്ചിടാൻ പോവുകയാണ്. അപ്പോ അതിശക്തമായ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. അതിൽ പൃഥ്വിരാജ് ചൗഹാൻ വീണ്ടും വന്നു. ഫിലിം വലിയ സക്സസ് ആയില്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വന്നു സിനിമ. ഉറി എടുത്തു, ഉറി. അപ്പോ ഇതേപോലെ കേരളത്തിലും ചങ്കൂറ്റമുള്ളവർ കേരള സ്റ്റോറി എടുക്കേണ്ടിയിരുന്നത് ബംഗാളിയായ സുദീപ്തോ സെൻ ആയിരുന്നില്ല. കേരളത്തിലെ ഒരു നല്ല സംവിധായകൻ അതിനുള്ള ചങ്കൂറ്റം കാണിക്കണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും താല്പര്യം പൊളിറ്റിക്കലി കറക്റ്റ് ആവാനാണ്. പൊളിറ്റിക്കലി കറക്റ്റ് ആവാനുള്ള പരിശ്രമത്തിനിടയിൽ സത്യം ബലികഴിക്കപ്പെടുകയാണ്. സത്യം ബലികഴിക്കപ്പെടരുത്. തോൽക്കുമോ വിജയിക്കുമോ സത്യം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. മൈ നേഷൻ റൈറ്റ് ഓർ റോങ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ കലാകാരന്മാർ പ്രകടിപ്പിക്കണം എന്നതുകൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുക.